ഹായ് നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മളിന്ന് ഒരു ബീച്ചിൽ ഒരു ചെറിയൊരു ഔട്ടിംഗ് ആയിട്ട് വന്നേക്കാണ്. വേറൊന്നുമല്ല, നമ്മൾ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അവരോട് പറയും, കുസൃതി കാണിക്കാതിരുന്നാൽ ഇന്ന എവിടെയെങ്കിലും കൊണ്ടുപോവാം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ അവരെ ഒന്ന് കാമാക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം ചെറിയൊരു കുഞ്ഞു കുസൃതി കാണിച്ച സമയത്ത് ഞാൻ പറഞ്ഞതായിരുന്നു, അമ്മ ബീച്ചിൽ കൊണ്ടുപോവാം, നല്ല കുട്ടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് അതനുസരിച്ച് നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും പറഞ്ഞതല്ലേ, അപ്പോൾ നമുക്ക് വേറെ വലിയ എക്സ്പെൻസ് ഒന്നും വരുന്ന കാര്യമല്ല ബീച്ചിൽ പിള്ളേരെ കൊണ്ടുപോകാനുള്ളത്. പിള്ളേരെ നോക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിൽ പോവാം. അപ്പോൾ ആയിട്ട് പപ്പയും വന്നു. അപ്പോൾ ഞാനും മമ്മിയും കൂടി എല്ലാവരും കൂടി അങ്ങനെ ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ 2 പേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ, 2 പേരും തന്നെ വന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും ആ കടൽ കണ്ടപ്പോഴേക്കും 2 പേർക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് നേരം കടലിൽ ഈ തിരമാല വരുമ്പോൾ ഓടിക്കയറും, പിന്നെ ഇറങ്ങിപ്പോകും, പിന്നെ ഓടിക്കയറും, അങ്ങനെ കുറച്ചു നേരം കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറിക്കഴിഞ്ഞപ്പോൾ വെള്ളത്തിലൊന്ന് തൊടാൻ തുടങ്ങി, ഒന്ന് കളിക്കാൻ തുടങ്ങി, അങ്ങനെയായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 2 പേരും മണ്ണിൽ കളിക്കാൻ തുടങ്ങി. നമുക്ക് വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊക്കെ മണ്ണിൽ കളിക്കാനായിട്ട് വലിയ സാധ്യതയൊന്നുമില്ല. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് മണ്ണിൽ കളിച്ചിട്ടുണ്ട്. മണ്ണപ്പം ചുട്ടും പുട്ടുണ്ടാക്കി അപ്പം ചുട്ട് കഞ്ഞിയും കറിയും വെച്ച് അങ്ങനെയൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഞാനും ലാഷ് പാപ്പനായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളൊന്നും മണ്ണിലങ്ങനെ ഞാൻ കളിച്ച പോലെയൊന്നും കളിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് ഇതാവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൂഴിമണലാവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും വെള്ളം വന്ന് കയറി ഇറങ്ങി കഴുകി നല്ല നീറ്റായിട്ടുള്ള മണ്ണാണ്, വേറെ നമ്മൾ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ എൻ്റെ മക്കളെ ഞാനിപ്പോൾ 3-4 പ്രാവശ്യമായി ഇപ്പോൾ കടപ്പുറത്ത് കൊണ്ടുപോയി അവിടെ മണ്ണിലൊക്കെ കളിപ്പിക്കുന്നത്. അവർ നന്നായിട്ട് മണ്ണിൽ കളിക്കും. പക്ഷെ എന്നാലും 2 പേർക്കും ഇതുവരെ വല്ല അലർജിയോ ഒന്നും വന്നിട്ടില്ല. നന്നായിട്ട് കളിക്കുകയും ചെയ്യും. എന്നാൽ ആർക്ക് 2 പേർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കടപ്പുറത്ത് വന്നു, മണ്ണിൽ കളിച്ചു, അങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയിട്ടോ. പിന്നെന്ന് വെച്ചാൽ 2 പേരെ നമ്മളൊന്ന് അടക്കിയിരുത്താനൊക്കെ നമുക്ക് കുറച്ച് പാടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല. 2 പേരും നല്ല രീതിയിൽ തന്നെ നമ്മൾ പറയണതൊക്കെ അനുസരിച്ചു. നമ്മൾ ഇനി കൊണ്ടുവരില്ല, ഇനി കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ 2 പേരും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ തന്നെ കളിച്ചൊക്കെ പോയിട്ടാണ്. അങ്ങനെ അടിപൊളിയായിരുന്നു നമ്മുടെ ആ ഒരു ട്രിപ്പ്. കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ബീച്ച്. അവരെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളെ പോകണം. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൂടെ മമ്മിയും പപ്പയും ഫുൾ ടൈം റെഡിയാണ് കുഞ്ഞുമക്കളുടെ കൂടെ പുറത്തു പോകാനായിട്ട്. വേറൊന്നുമില്ല, നമ്മുടെ മക്കള് കഴിഞ്ഞ ഓണം വെക്കേഷന് ഞാനും എന്തൊക്കെയോ കാരണങ്ങളാൽ ഞങ്ങൾ അധികം അങ്ങനെ പുറത്തൊന്നും പോയില്ല. സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞ പരാതി, അമ്മേ എൻ്റെ കൂട്ടുകാരെല്ലാവരും അവിടെ ഇവിടെ പോയി, അപ്പോൾ എനിക്ക് മാത്രം പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമൊക്കെ. അപ്പോൾ നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പം തന്നെ തീരുമാനിച്ചാണ് ഇനി എന്തായാലും അടുത്ത വെക്കേഷന് കൊച്ചുങ്ങളെ എന്താ പറയുക, എല്ലാ ദിവസവും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഒരു 2-3 ദിവസം ഇടവിട്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ബീച്ച് പാർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്, വലിയ എക്സ്പെൻസീവ് അല്ല. നമുക്ക് എന്നാൽ നമ്മുടെ മക്കളാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ 2 പേരെയും കൂടി ഇങ്ങനെ കളിപ്പിച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും കേട്ടോ. അപ്പം എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് അവരുടെ വിശേഷങ്ങളാണ്. അവരുടെ കളിയും ചിരിയും അവരുടെ ആ ഒരു സന്തോഷമായ ആ ഒരു നിമിഷങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അത് വലിയ സന്തോഷമാണ് നമുക്കും. അതെ, കുഞ്ഞിലത്തെ ഇപ്പോൾ ഇവരുടെ 2 പേരുടെയും ചെറുപ്പത്തിലെ കുറേ വീഡിയോസൊക്കെ നമ്മൾ വീണ്ടും എടുത്ത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ എന്തായാലും അത് കംപ്ലീറ്റ് ഇടാമെന്ന് വിചാരിച്ചു ആ വീഡിയോസ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് എന്തായാലും കംപ്ലീറ്റ് കാണുക. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനിയും അവരുടെ വീഡിയോസും
അവരുടെ ഒരുമിച്ചുള്ള നമ്മളുടെ ചെറിയ ചെറിയ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ കൂടെ കൂട്ടുകൂടാൻ താല്പര്യമുള്ളവരൊക്കെ കൂട്ടുകൂടിക്കോളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്ക് ചിലവർക്കൊക്കെ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഷെയർ ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെ ഷെയർ ചെയ്യാനൊക്കെ തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നു ഇരുന്ന് കളി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കി നോക്കി നിന്ന് പിന്നെ ലാസ്റ്റ് മമ്മിയും ഇരുന്നു. അവരുടെ കൂടെ മമ്മിയും ഇരുന്ന് കളിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ മമ്മി അതേട്ടാ ഇവരുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ മമ്മിയും ചെറിയ കൊച്ചിനെ പോലെ കളി തുടങ്ങും. അപ്പോൾ ഇവരുടെ കൂടെ ഇരുന്ന് ഇവരെ നോക്കി അവരുടെ കൂടെ കളിച്ച് അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വന്നത് നല്ല സമയമാണ്. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ശാന്തമായിട്ട് കിടക്കണ കടലായിട്ട് തോന്നുമെങ്കിലും ഇതാ വന്ന വരവ് കണ്ട മക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ പൊന്നോ. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കലൊക്കെ അവസാനിപ്പിച്ച് പയ്യെ ഞാനും അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും കളിച്ചു കുറേ നേരം ബീച്ചിൽ. അങ്ങനെ ബീച്ചിൽ കളിയൊക്കെ കഴിഞ്ഞു. സൂര്യ അസ്തമിക്കണം നോക്കിയപ്പോൾ നമുക്ക് സൂര്യൻ അസ്തമിക്കണ വീഡിയോ ഒന്നും കിട്ടില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർമേഘം ഒരുപാടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ നല്ല കാറുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സൺസെറ്റിൻ്റെ വീഡിയോസൊന്നും കിട്ടില്ല. പിന്നെ ലൈറ്റും പോവും. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ പയ്യെ കളിയൊക്കെ അവസാനിപ്പിച്ചു. രണ്ടുപേരെയും കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി അവരുടെ മേത്തുള്ള മണ്ണൊക്കെ കളഞ്ഞ് പൊക്കി കൊണ്ടുവന്ന് പിന്നെ നമ്മൾ വണ്ടിയിൽ നമ്മൾ ഡ്രസ്സ് അവർക്ക് രണ്ടുപേർക്കും കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പുതുവൈപ്പ് ബീച്ചിൽ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു നല്ലൊരു അടിപൊളി ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസ് കാണാത്തവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബീച്ചും കാണാം, ലൈറ്റ് ഹൗസും കാണാം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സാധിക്കുന്നവരൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് കാണാം. അപ്പോൾ ബൈ ബൈ.